ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ പട്ടാമ്പിയിൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു പാർക്കാണ് ഇത്. ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ അധികമൊന്നും ആയിട്ടില്ല, കുറച്ചൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ കുറേ കാലമായി പോകണം ഇങ്ങനെ വിചാരിച്ച് നിൽക്കണം. എന്തപ്പോൾ ഇത് പറയുന്നത്, അങ്ങനെ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് മര്യാദക്ക് ഇങ്ങോട്ടൊന്ന് വരാനൊന്ന് ഇറങ്ങാനുള്ളൊരു ടൈം കിട്ടിയത്. സംഭവം വലിയ ദൂരമൊന്നുമല്ല, ഞങ്ങളുടെ വീടിന് തൊട്ടപ്പുറത്ത് തന്നെയാണ്. പക്ഷെ ഇപ്പോഴാണ് ഇവിടേക്ക് ഇറങ്ങണത്. ഇവിടുത്തെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാരതപ്പുഴയിൽ നിന്ന് വീശണ ആ കാറ്റും ആ ഒരു തണുപ്പും ആ സംഭവം തന്നെയാണ് ഇവിടെ ഹൈലൈറ്റായിട്ട് പറയാനുള്ളത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മതിലിലൊക്കെ കാണുന്ന കുറച്ച് ആർട്ട് സംഭവങ്ങളും അങ്ങനെ സംതിങ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളതിന് പറ്റിയ സംഭവങ്ങളൊന്നുമില്ല, ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാണാം, എല്ലാവർക്കും കാണാം, ആസ്വദിക്കുക, കുറച്ച് നേരത്തിന് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം പോയിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം. അപ്പം ഞാനിത് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് കുറച്ച് ആൾക്കാരിൻ്റെ മുന്നിൽ കയറി നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ രണ്ടിലും കൽപ്പിച്ച് ഞാനായിട്ട് തന്നെ മാറിപ്പോയി. പിന്നെ ബാക്കിയുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. സംഭവം ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് മര്യാദക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നെക്കൊണ്ട് കഴിയണ രീതിക്ക് ഞാൻ എന്തൊക്കെയൊക്കെയോ എടുത്തുക്കണം. കണ്ടോ, എൻ്റെ കയ്യിൽ ഒരു ഐസ്ക്രീം ഉണ്ട്. അപ്പോൾ പകുതി കോൺസെൻട്രേഷൻ ആ ഐസ്ക്രീമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോവുകയാണ്. പിന്നെ ഇവിടെ കുട്ടികളൊക്കെ പറ്റിയതാ നല്ലൊരു ചെറിയൊരു അടിപൊളി പാർക്കുണ്ട്, ഭയങ്കര നൈസായിട്ടുള്ളൊരു പാർക്ക്. മെയിനായിട്ട് കാണേണ്ടത് ഈ ഒരു വ്യൂ ആണ്, അടിപൊളി. ഈ ഒരു വ്യൂവും അവിടുന്ന് വീശണ കാറ്റും, അതാണ് ഇവിടുത്തെ നമുക്ക് കാര്യമുള്ളത്. പിന്നെ ഇവിടെ എടുത്ത് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ആന നിൽക്കുന്നുണ്ട്. അത് ഇവിടുത്തെ ആനല്ല, അത് അവിടെ അമ്പലത്തിലത്തെ ആനയാണെന്ന് തോന്നുന്നത്. അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ എൻ്റെ പൊന്നോ, ആനയുടെ മണമാണ് ഇവിടെ ഏരിയ ഫുള്ള്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അപ്പം ബാക്കി പിന്നെ